കണ്ണൻ 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 എവിടെയാ സ്ഥലം? കൊല്ലം അറിയോ? കൊല്ലത്താണ്. കൊല്ലത്ത് വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. കൊല്ലത്ത് എവിടെ വന്നിട്ടുണ്ട്? കൊല്ലം വർക്കലേക്ക് വന്നിട്ടുണ്ട്. വർക്കല കൊല്ലമല്ല. കൊല്ലമല്ല വർക്കല. വർക്കല കൊല്ലമല്ലേ? അല്ല അല്ല അല്ല. കൊല്ലത്ത് എവിടെയാ? കൊല്ലം കരുനാപ്പള്ളി അറിയോ? ആ കരുനാപ്പള്ളി. അത് ശരി. ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സെറ്റ് ആവുന്നില്ല. എന്ത് ബിസിനസ്സാ? അത് ഞാൻ പറയാം. പക്ഷേ അത് എനിക്കാണെങ്കിൽ ബേസിക്കലി ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇത് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടോ? ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുണ്ട്. അതായത് നോട്ട്സ് ഒക്കെ എഴുതാനൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. സെമിനാർ അസൈൻമെന്റ് സെമിനാറുണ്ട്, അസൈൻമെന്റ്സും ഉണ്ട്. എന്താ ഷൂട്ടിന്റെ ഞാൻ എണീക്കണോ പറയുന്നത്? കസേര ഞാൻ എടുത്തോളൂ. ഇവിടെ ഇരിക്കാനോ? ഇരിക്കും. അല്ല അപ്പം അല്ല ഞാൻ ഇവിടെ നിന്നോളാം. ബാഗ് ഇവിടെ വെക്കാവോ? അപ്പോൾ പറ, എന്താ സംഭവം? ഇങ്ങനെ നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത് 4 months ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ 3 month ട്രെയിനിങ്ങും 1 month കോഴ്സ്. നമുക്കിപ്പോൾ 7,000 ആണ് വരുന്നത്. ഈ 7,000 രൂപയ്ക്ക് 4 മാസം പഠിക്കാൻ പറ്റും? പറ്റും. അതായത് 3 month ട്രെയിനിങ്ങും 1 month ഇന്റേൺഷിപ്പ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇന്റേൺഷിപ്പ് ഇവിടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ജോബ് ഓറിയന്റഡ് ആണ് നമ്മുടെ കോഴ്സ് വരുന്നത്. അതായത് നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ്. നമ്മുടെ വീട്ടിൽ അത്രയും ഇത് കിട്ടുന്നില്ല. ഓക്കെ. അപ്പം നമുക്ക് ഈ 4 മാസത്തെ കോഴ്സ് ട്രെയിനിങ് പ്ലസ് ഇന്റേൺഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അതിൽ നിങ്ങളുടെ നീഷ എന്താണോ, എന്തായാലും ഒരു ബിസിനസ് നീഷ മീൻസ് നമ്മളുടെ ഒരു ഇൻഡസ്ട്രി നമ്മൾ ചൂസ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ പറഞ്ഞല്ലേ എന്തോ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിനെ റിലേറ്റ് നമുക്കിപ്പോ ആ ബിസിനസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ ബിസിനസിന് പറ്റിയ പേരെന്തെങ്കിലുമൊക്കെ ഇവിടെ സജസ്റ്റ് ചെയ്യും. ആദ്യം എന്റെ ബിസിനസ് എന്താന്ന് പറയണം. ബിസിനസ് എനിക്കത് പുറത്ത് റിവീൽ ചെയ്യാൻ ഞാനത് പ്ലാനിങ് ആയിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ചെയ്യാൻ നമുക്ക് പേര് പറയാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല, അത് ശരിയാണ്. അപ്പൊ എന്താണ് ബിസിനസ്, അതിനെ റിലേറ്റ് ചെയ്തല്ലേ നമുക്ക് പേരിടാൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും എന്നെക്കുറിച്ച് ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഇങ്ങനെ ബിസിനസ്സിനോടൊന്നും ഒരു താല്പര്യം. ഇനി മാറണോ? ഇല്ല, ഇരുന്നോ. അപ്പോൾ എനിക്കങ്ങനെ ബിസിനസ്സിനോടൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല. ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ച് റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ആക്റ്റീവായി മീൻസ് അങ്ങനെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഇത് ചെയ്തായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. കണ്ടായിരുന്നു? ഏത് ഷോർട്ട് ഫിലിം? ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം. 20 മില്യണൊക്കെ കയറിയത്. ചിരിക്കുന്നത് എന്താ? അല്ല ചിരിക്കുക. അല്ല ഞാൻ ദൃഷ്ടിദോഷം പേര് കേട്ട് അത് ഫെമിലിയർ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കേട്ടതാ, ചിരിച്ചതാ. ഫെമിലിയർ ആയിട്ടല്ലേ 20 മില്യൺ കയറിയത്? അല്ല ഞാൻ ചിരിച്ച് ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളല്ലേ, എത്രയോ ഒരു ഞാൻ കളിയൊക്കെ ചിരിച്ചായിട്ട് തോന്നി. ഞാൻ അങ്ങനെയൊക്കെ ചിരിച്ചല്ല. അല്ല നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എൻ്റെ ദൃഷ്ടിദോഷം കണ്ടില്ല 20 മില്യൺ വ്യൂസ് ഒക്കെ കയറിയ ഒരു സാധനം കണ്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ മോശമല്ലേ? അപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ എന്ത് അപ്ഡേറ്റഡ് ആണ്? ദൃഷ്ടിദോഷം കണ്ടിട്ടില്ല. ദൃഷ്ടിദോഷം എന്ന് പറ, എന്നാൽ അത് ആദ്യം നന്നായിട്ട് പറയാതെ ഇങ്ങനെ പ്രശ്നമുണ്ടോ? അല്ല ഇപ്പൊ എന്താ പ്രശ്നം എന്താ? ബേസിക്കലി ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ടൈം ഇവിടെ ക്ലാസ് ഉണ്ട്, വേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ടൈം ഇല്ല. അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അല്ല എന്റെ ഉദ്ദേശം ബിസിനസ് എന്താന്ന് പറയുന്നതിലൊന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ക്ലാസിന്റെ ഇടയ്ക്കാണ് ഇവിടെ വേസ്റ്റ് ആക്കാൻ ടൈം ഇല്ല. അപ്പൊ എന്താണോ വേണ്ടത്, കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബിസിനസ് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചു പറയാം, ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ. ഇവിടുത്തെ ട്യൂട്ടോറിയൽ ഒക്കെ കാണിക്കുമെന്ന് പറഞ്ഞു, അതെന്താണ്? ട്യൂട്ടോറിയൽ എന്ത് കാണിക്കുന്നു? ഈ പഠിപ്പിച്ച് അതായത് നമ്മളെ കസ്റ്റമറെ അങ്ങനെ പഠിപ്പിച്ച് കാണിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഡെമോ ആണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ പറയുന്നത്? ഡെമോ എന്ത് രഞ്ജികയുടെ ആണോ? എന്റെ ആണോ? വോക്കിനാണോ? ആരാ സംസാരിച്ചേ? നടന്നു വന്നതാണോ? എങ്ങനെ വോക്കിനല്ലേ? ഇപ്പൊ കേറി വന്നല്ലേ?
അല്ല ഞാൻ നടന്നു വന്ന ബസ്സിലാ വന്നേ. അതല്ല ഉദ്ദേശിച്ചേ. ആ ഇപ്പൊ എൻക്വയറി നമുക്ക് പല രീതിയിലുണ്ട്. വോക്കിൻ എൻക്വയറി ഉണ്ട്, അല്ലാതെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് എന്റെ കസിന് സുമേഷ് കൊച്ചൻ ഇവിടെ വിളിച്ചായിരുന്നു. അല്ല ഇവിടെ വിളിച്ചെന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഇവിടാണോ ഇത്? വേറെ ഓഫീസുണ്ടോ? വേറെ ഓഫീസ് ഉണ്ടോ നമുക്ക്? അതെനിക്കറിയില്ല. എൻ്റെ അടുത്ത് തിരുവല്ലയിലാണ് വരാനെന്നാണ് പറഞ്ഞത്. ഓക്കെ കുഴപ്പമില്ല. വോക്കിനാണെങ്കിലും നമുക്ക് വരുന്ന എൻക്വയറി ആണ്, അപ്പൊ നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഡെമോ ക്ലാസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെ എന്താണ് കോഴ്സ് പഠിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? ഡെമോ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എന്തിനാണോ കോഴ്സ് എടുക്കാൻ വരുന്നത്? നമ്മൾ ഈ 7000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസ അടയ്ക്കേണ്ടി വരുമോ? ഇല്ല, ഫുൾ കോഴ്സിന്റെ ഫീ ആണ് ഈ പറയുന്നത്. 4 മാസം ഡെയിലി വരണോ? ഡെയിലി വരണം. ഇവിടെ വരണോ? ഓൺലൈൻ ഇല്ല? ഓൺലൈൻ ഉണ്ട്. ഓൺലൈൻ എടുക്കണമെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ആണെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ വന്ന് അറ്റൻഡ് ചെയ്യണം. വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേ? ജീവിതം പഠിച്ചിട്ടുണ്ട്. ജീവിതം അല്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10th കഴിഞ്ഞായിരുന്നു. 10th കഴിഞ്ഞിട്ട് പ്ലസ് 1 പ്ലസ് 2 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ബിടെക്കിന് പോയായിരുന്നു. ബിടെക്ക് എൻ്റെ പ്രിൻസിപ്പൾസുമായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾസിന് യോജിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. തമാശയായിട്ട് തോന്നുന്നു ഈ പറയുന്നതൊക്കെ. അല്ല ഞാൻ ചിരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അല്ല എനിക്ക് എന്നെ അത് ഭയങ്കരമായിട്ട് കളിയാക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ കളിയാക്കിയിട്ടില്ല. നമ്മളത് ഭയങ്കര മോശമാണ്. ബിടെക്കിന് പോയിട്ട് പിന്നെ ഞാൻ ബി സി എടുത്തു. ബി സി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ? അല്ല ഞാൻ ചോദിച്ചാണ് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. നമുക്ക് കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ല ബാക്ക്ഗ്രൗണ്ട്. അല്ല അതെനിക്ക് അറിയണ്ട, അതെന്തിനാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ? ശരി പറ. അല്ല ഇത് സീരിയസ്ലി യു വാണ്ട് ടു ജോയിൻ യുവർ കോഴ്സ് റൈറ്റ്? മലയാളത്തിലൊന്നും പറയാം. കോഴ്സിന് താല്പര്യമില്ല ചേരാനായിട്ട്? കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്ലിയർ ആയിട്ട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. അല്ലാതെ വെറുതെ ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇതാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രീവിയസ് എക്സ്പീരിയൻസ് ചോദിച്ചു. അല്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു. എന്റെ പേര് അശ്വതി. അച്ചു അല്ല അശ്വതി. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതിപ്പോ പറയേണ്ട ആവശ്യം എന്താ? ഇവിടെ ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾക്ക് കോഴ്സിന് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. AC കൊള്ളാനായിട്ട് ഇവിടെ കയറിയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ, പറയേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും കോമൺ സെൻസ് ആണ് ആക്ച്വലി. പറയേണ്ടാത്ത കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് എന്താണ് കുറവായിരിക്കും, പക്ഷെ 6th സെൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ 6th സെൻസും കൊണ്ട് എന്ത് മനസ്സിലായി? ഇവിടെ പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ദേഷ്യമുള്ള ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അതായത് അശ്വതിയെ പോലെ ഒരാൾക്ക് പറ്റിയ ഒരു ജോലിയല്ല ഇത്. അതായത് ഒരു കസ്റ്റമറെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ക്ഷമയെന്ന് കേട്ടിട്ടുണ്ടോ? ക്ഷമയുടെ നെല്ലിപ്പലക നമ്മൾ കാണണം. ഇതിപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്ക് ആരോടും ഒരു സോഫ്റ്റ് കോർണറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ തന്നെ സംസാരിക്കും. ബാക്കി പറ. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇത് ഈ പറയേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ കോഴ്സ് 4 മാസത്തെ കോഴ്സ് ഉണ്ട്, 3 മാസത്തെ ട്രെയിനിങ്, 1 മാസത്തെ ഇന്റേൺഷിപ്പ്. ഓൺലൈനും ഓഫ്ലൈനും കൊടുക്കുന്നുണ്ട്. ഇവിടെ വരികയാണ്, ഓഫ്ലൈൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വേണ്ടതെങ്കിൽ ഡെയിലി വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ 2 hours ക്ലാസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഡെയിലി തീരുമാനിക്കാം. അതായത് 10 മണി തൊട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ 2 മണിക്കൂർ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ടൈം. 12 മണി വരെ 2 മണിക്കൂർ ക്ലാസ് അല്ലേ? അല്ല അതല്ല, എത്ര മണി വരെ നമുക്ക് വരാം? 5 മണി വരെ. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള 2 hours എടുക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അപ്പോൾ 7000 രൂപ. അല്ല അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബിസിനസ്സിൻ്റെ ഐഡിയാസ് ഒക്കെ കിട്ടുമോ? ബിസിനസ് ഐഡിയാസ്, അതായത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡ് എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നോക്കിയിട്ട് പോകുന്നു. നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞു തരാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് ചെയ്യുന്നത്. ഇപ്പം അശ്വതിയുടെ സജഷൻ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഫ്യൂച്ചറിൽ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇവിടെ അടുത്ത് തിയേറ്റർ എവിടെയെങ്കിലും ഉണ്ടോ? സിനിമ എമ്പുരാൻ 27-ാം തീയതി റിലീസ്. ബുക്ക് ചെയ്തിട്ടുണ്ടോ ടിക്കറ്റ്? ഇല്ല. ബുക്ക് ചെയ്യണോ? വേണ്ട. ഓക്കെ. അപ്പം ഞാൻ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞത്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എനിക്കൊരു സജഷനും ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇവിടെ ഇല്ലീഗലാണ് സംഭവം, പക്ഷെ കൊല്ലത്തൊക്കെ ലീഗലാണ്. ഇന്ത്യയിൽ ലീഗലാണെങ്കിലും കൊല്ലത്ത് ലീഗലായ സംഭവം.
ഈ ആനയുടെ ഇറച്ചിയുടെ ഇതറിയാം, എക്സ്പോർട്ടിങ് ഇല്ല. കേട്ടിട്ടില്ല? ഇല്ല. അയ്യോ, നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ട്യൂട്ടർമാരെ വിളിച്ച് ചോദിച്ചു നോക്ക്. അങ്ങനെ ഒരു ബിസിനസ്. ഓക്കെ, ബേസിക്കലി കാര്യം പറയും. അതായത് ആനയുടെ ഇറച്ചി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആനകൾ. അപ്പോൾ അത് വെച്ചിട്ടൊരു സംഭവം ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഓക്കെ, ഒരു കാര്യം പറയാം. അതായത് നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട, കാര്യം പറയാലോ. നമുക്ക് ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും എനിക്ക് ബേസിക്കലി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, ആഡ്സ് റൺ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിജിറ്റലി ഉള്ള മാർക്കറ്റിംഗ്. എന്ത് മാർക്കറ്റിംഗ്? അതല്ലേ ഇവിടെ വന്നത്. അതറിയാം. ഒന്നും അറിയാതെ നിങ്ങളെ പോലെ ഒരാൾ ഇവിടെ കയറി വരുമോ? ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് ഭയങ്കര പരസ്യം, ആനയും അമ്പാനിയൊക്കെ ആയിട്ട് ഭയങ്കര പരസ്യം കണ്ടോണ്ടാ ഇവിടെ കയറി വന്നത്. അറിയാമെങ്കിൽ പിന്നെ ഞാൻ എന്താ പിന്നെ ഇവിടെ വന്നത്? ഷടാ, ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ പറയും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്നറിയോ? ഇല്ല, എനിക്ക് അറിയത്തില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാതാണോ ഇത് പഠിക്കാനായിട്ട് വന്നേ? നിങ്ങൾ ഓൾറെഡി കയറി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ബിസിനസ് താല്പര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞു വന്നേ? ബിസിനസ് താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പലചരക്കടയിലെ ബില്ല് ചോദിച്ചതാ. പലചരക്കടയിലെ ബില്ല് ഫോൺ വിളിച്ച് ചോദിച്ചതാണോ? അതല്ല, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കോഴ്സ് നോക്കുന്നത്. ഞാൻ അതല്ല ചോദിച്ചേ. അപ്പൊ ബിസിനസിന് വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇത് എൻക്വയറി ചെയ്ത് വന്നേ? അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി വേറെ വിവരമുള്ള ആരും ഇല്ലയോ? ആരെങ്കിലും വേറെ ആരെങ്കിലും വിളിയേ? ബിസിനസ് ആണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും വന്നേ? അതാണോ വിവരമുള്ളത്? ഇതൊരു ട്യൂട്ടർ ഇവിടെ ബേസിക്കലി ഒഴികെ ബാക്കി എല്ലാവർക്കും എനിക്ക് വിവരം കാണുന്നുണ്ട്. എനിക്ക് വിവരമില്ലെന്നാണോ പറയുന്നത്? മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് മാർക്കറ്റിംഗ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആനയിറച്ചിയുടെ ഇത് കണ്ടിട്ടില്ല. നിങ്ങളിത് എവിടുത്തെ ആൾക്കാരാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ബേസിക് ഇതിനെക്കുറിച്ചൊരു ബിസിനസ്സിനെ കുറിച്ചൊരു നോളജ് ഇല്ലാതെ ബിസിനസ് പഠിപ്പിക്കാനിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? കണ്ടോ, ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ പഠിപ്പിക്കത്തില്ല അത്. ആനയിറച്ചി എക്സ്പോർട്ട് ചെയ്യാൻ എനിക്കറിയാം. അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി കണോതി അമ്പലത്തിൽ പോയി തേങ്ങയൊക്കെ അടിച്ചിട്ടാ വന്നത്. കാര്യം ആനയുടെ കാര്യം ആയതുകൊണ്ട് അവിടെ പോണമല്ലോ. തേങ്ങ ഉടക്കടാ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് നമ്മൾ നോർമൽ ഇതെന്തു പറഞ്ഞാലും ഇത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ ആരും ഇല്ല ഇത് പറയാൻ പറ്റിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ആനയിറച്ചി എക്സ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് അത് എന്ത് ഇത്ര തെറ്റ്? അല്ല, ഞാനൊരു കാര്യം പറയുമ്പം അത് കളിയാക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. ഓറ ശരിയല്ല. ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തല്ലേ പറഞ്ഞത്? നിങ്ങൾ ഞാനല്ല, എനിക്ക് വിവരമില്ല. ഇതിനെങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള വിവരം എനിക്കില്ല. വിവരം ഇല്ലാഞ്ഞിട്ടാണ്. വിദ്യാഭ്യാസവും ഇല്ല. ഇറച്ചി നിങ്ങൾ എനിക്ക് അതിന്റെ സോഴ്സ് അറിയേണ്ട ആവശ്യമില്ല. അത് ഞാനല്ലേ ഒപ്പിക്കുന്നേ. ഓക്കെ, എന്താ അറിയണ്ടേ? അവിടെ ഇരി. എനിക്ക് പെടലി എപ്പോഴും പൊക്കി സംസാരിക്കാനുണ്ട്. ആനയിറച്ചിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഈ പറയുന്ന പോലെ ഇത് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ പറയുന്ന ഈ പറയുന്ന പോലെ തുഗ്ലിയാനെന്ന് കേട്ടിട്ടുണ്ടോ? കുങ്കിയാനെന്ന് കേട്ടിട്ടുണ്ടോ? കുങ്കിയാനെന്ന് കേട്ടിട്ടില്ല? മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ ആനയുടെ ഇടയ്ക്കുള്ള കുറെ വകഭേദങ്ങളാണ്. മോഴയാനെന്ന് കേട്ടിട്ടുണ്ടോ? കാര്യത്തോട്ട് വാ, സമയം ഞാനൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താലല്ല നിങ്ങൾക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിവിടെ കണ്ണ് കേട്ടോ എഴുതിയില്ല. ലീഗലായിട്ടുള്ള ബിസിനസ് മാത്രമേ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഡിജിറ്റലി. അപ്പൊ ഇത് ഇല്ലീഗലാണ്. ഞാൻ ലൈസൻസ് എടുത്ത് തന്നാ പോരെ? ഞാൻ പറയും ഇത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്, കൊല്ലത്ത് പക്ഷേ ലീഗലാ. അല്ല, ലൈസൻസ് എടുത്ത് എനിക്ക് എന്തിനാ തരുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അതിപ്പോ ലീഗലാവുമല്ലോ. കൊല്ലത്ത് ലീഗലാ. കൊല്ലത്ത് മാത്രമാണോ മാർക്കറ്റ് ചെയ്യുന്നത്? കൊല്ലത്ത് ലീഗലാന്ന്. ഇത് കൊല്ലം ഇന്ത്യയിൽ ഇല്ലീഗലാണെങ്കിലും കൊല്ലത്ത് ലീഗലാ. മറ്റുള്ള ലീഗലാവണം. മെറ്റയില് ലീഗലാ. മെറ്റയിൽ ലീഗലായിട്ടല്ലേ പുറത്തുള്ള രാജ്യത്ത് ഇത് ചെയ്യുന്നത്.
മെറ്റേന്ന് വെച്ചാൽ നമ്മുടെ സുക്കർബർഗിന്റെ കമ്പനി അല്ലയോ, അവിടെ ലീഗലാ. അവിടെ നോക്ക് നിങ്ങൾ എലിഫന്റ് മീറ്റ്, റോ മീറ്റ് നോക്ക്, കിട്ടും. ശരി, ബാക്കി പറ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, ഈ കുങ്കിയാന കേട്ടിട്ടില്ല. കുങ്കിയാന എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മോഴയാനയുണ്ട്, അത് വേറൊരു വകഭേദമാണ്. തുഗ്ലിയാന എന്ന് പറയുന്നത്, തുഗ്ലിയാന എന്ന് വെച്ചാൽ നമ്മൾ ബ്രോയിലറാണ്. എന്ത് മനസ്സിലായി? എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ പറയും, ഇപ്പൊ എന്തിനാ ഇത് എന്നോട് പറയുന്നത്? ഈ ബ്രോയിലർ ആനയാണ്. നിങ്ങൾക്ക് എനിക്കറിയേണ്ട ബിസിനസിനെ പറ്റി എനിക്കറിയേണ്ട ഒരു കാര്യം, ഇത് ഈ തുഗ്ലിയാന എന്ന് പറഞ്ഞാൽ ബ്രോയിലറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ബ്രോയിലർ ചിക്കൻ കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ലെന്ന് പറയരുത് പ്ലീസ്. ബ്രോയിലർ പന്നി. അപ്പോൾ അതുപോലെ നമ്മൾ മീറ്റിൻ്റെ പർപ്പസിന് വേണ്ടി വളർത്തുന്ന സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പോർഷനിൽ നിന്ന് നമ്മൾ റൗണ്ടിൽ, അതായത് ഒരു ആനയുടെ പുറത്തുനിന്ന് 2 കിലോ ഇറച്ചി മാത്രമേ കിട്ടത്തുള്ളൂ. ഈ പോർഷനിൽ നിന്ന് നമ്മൾ റൗണ്ടിൽ മീറ്റ് എടുത്തിട്ട് നമ്മൾ ഡെറ്റോൾ തേച്ച് വിടും. ഒരു 2-3 മന്ത്സ് കഴിയുമ്പോൾ ഇത് അവിടെ മീറ്റ് വീണ്ടും അവിടെ ഫ്ലഷ് സെറ്റായിട്ട് വീണ്ടും വരുമ്പോൾ ഈ ഇറച്ചി എടുക്കാൻ. അങ്ങനെ അത് ലീഗലാണ് സാധനം. ഇങ്ങനെ ഒരു സാധനമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മാരീഡ് ആണോ? അല്ല. അല്ല. സിംഗിൾ ആണോ? അല്ല. സിംഗിൾ അല്ല, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണോ? അല്ല, ചോദിച്ചതാ. അല്ല, ഞാൻ ഈ കൂടുതലും സിംഗിൾസിനാണ് ഈ ആന ഇറച്ചി കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ചോദിച്ചതാണ്. കമ്മിറ്റഡ് ആണോ? അല്ല, ഇതൊക്കെ ഇവിടെ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഒരാളുമായിട്ട് ഒരു ഫ്രണ്ട് ടോക്ക് നടക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കും. ബിഗ് സാർ വന്നിട്ടുണ്ടോ? ലീവാണോ? അല്ല, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് എന്താ വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ എങ്ങനെയാ? അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ അത് നിങ്ങൾ കോഴ്സ് എടുത്ത് ഡെമോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒന്നും കണ്ടില്ല. ആരാ ഡെമോ ചെയ്യുന്ന? ആരാ പറഞ്ഞത്? ഇങ്ങനെ വിളിച്ചപ്പോ പറഞ്ഞു ഇവിടുന്ന് ഡെമോ എടുത്ത്. ആരാ വിളിച്ചേ? ഇവിടെ നമ്മുടെ സുമേഷ് മാമൻ. സുമേഷ് മാമനെ അല്ല, ആരെ വിളിച്ചെന്നുള്ള പേര് അറിയില്ലേ? സുമേഷ് മാമനോ? എന്റെ മാമൻ. എന്റെ മാമനാണല്ലോ എന്നെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഓക്കെ, ആ മാമൻ ആരെ വിളിച്ചെന്നുള്ള ഡീറ്റെയിൽസ് തരാവോ? ഏത് കോണ്ടാക്ട്? ഞാൻ ആരെ വിളിച്ചു ചോദിക്കാൻ? മാമനെ വിളിച്ചു ചോദിക്കാം. മാമൻ ഇപ്പോൾ വിളിച്ചു എടുക്കത്തില്ല, ബാറിലായിരിക്കും. 11:30 ബാറിലാണ്. അപ്പോൾ പുള്ളി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ ഡെമോ കൊടുക്കുന്നില്ല. ഡെമോ കൊടുക്കുന്ന ആരാന്ന് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഡെമോ കൊടുക്കുന്നില്ല. അല്ല, നിങ്ങൾ ട്യൂട്ടറാന്ന് പറഞ്ഞു. ട്യൂട്ടറാണ്. നിങ്ങൾ എന്താണ് ആക്ച്വലി പഠിച്ചത്? എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചത്. വേറെ 10ാം ക്ലാസ് ഒന്നും പഠിച്ചില്ല? 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു. ഡിഗ്രി എന്തായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു? ബികോ. ഓക്കെ. ഏത് കോളേജിലാണ് പഠിച്ചത്? മർത്തോമ കോളേജ്. അതെവിടെ? ഇവിടെ തിരുവല്ല. തിരുവല്ല കോളേജൊക്കെ ഉണ്ടോ? കൊല്ലത്ത് മാത്രമല്ല. ഓക്കെ. അപ്പോൾ പറ, എങ്ങനെ ബാക്ക് ടു പോയിന്റിലേക്ക് വരൂ. എന്ത് പോയിന്റ്? നിങ്ങൾ പറ, നിങ്ങൾ എന്താണ് ബാക്കി? നിങ്ങൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ഭയങ്കര പരാജയമാണ് കേട്ടോ. സീരിയസ്ലി, നിങ്ങൾക്കൊരു വലിയ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതെന്താണ് അതിൻ്റെ? എനിക്ക് ഇങ്ങനെയുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചു, എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ നിങ്ങൾക്ക്? വളരെ മോശം ബിഹേവിയർ. വളരെ മോശം ബിഹേവിയർ. ഒരാൾ സത്യസന്ധമായിട്ട് അവൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവൻ കൊള്ളരുതാത്തവൻ. ഞാനിവിടെ വന്ന് കോട്ടും സ്യൂട്ടും ഇട്ട് ടയ്യും ഇട്ട് മാന്യമായി സംസാരിച്ചായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തെ നിങ്ങൾ കാണുമോ? ഇല്ല. അപ്പം ഞാൻ കുറച്ച് കറ കളഞ്ഞ ഒരു മനുഷ്യൻ. അതാണ് പ്രശ്നം. ഏതോ മാമനോ കോണ്ടാക്ട് ചെയ്ത് മാവേലിക്കരെല്ലാം കണ്ട് വിളിച്ചിട്ട്. മാമനോ? ഏതെന്തോ സുമേഷ് മാമനോ? സുമേഷ് മാമൻ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തു. അതാരാ? യൂട്യൂബിലൊക്കെ ലൈവ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെയാ മാമൻ തള്ളിയത്. ഇവരിവിടെ വന്ന് കിടന്ന് അപ്പപ്പ എടുക്കുന്നു. ഇവരാണോ ലൈവ് ചെയ്യുന്നത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. യൂട്യൂബിലൊക്കെ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇങ്ങനെ ലൈവ് ഒക്കെ ചെയ്യിക്കാൻ. ഇവിടെ HOD ആണോ? അല്ല, HOD ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞു, അത് ഇതിനകത്തൊരു പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുക, നമ്മളൊരു കാര്യം പറഞ്ഞാൽ ചിരിക്കുക, നമ്മളെ കളിയാക്കി ചിരിക്കുക. അല്ല, എനിക്ക് തോന്നുന്നത് എന്ത് പറഞ്ഞാലും ഇതിന് മുഖത്ത് എന്ത് ഇത്രയും പുച്ഛം എന്താണ്? നിങ്ങൾ റൺ ചെയ്യണ്ട, ഞാൻ ആനയിറച്ചിയുടെ കാര്യമല്ലേ പറഞ്ഞു. എവിടെ പോയി? ഇവിടെ വരെ വിളിച്ചു വരുത്തിട്ട് പോകുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. ഒരു മര്യാദ വേണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം തരണ്ടേ? ഫ്രൂട്ടി ഉണ്ടോ? ഫ്രൂട്ടി
ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് ഒന്നുമില്ല? എന്താ നോക്കിയാലും ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുന്നത്. കൊല്ലത്ത് മെന്റൽ ഹോസ്പിറ്റൽ ഒന്നും ഇല്ലല്ലോ. കൊല്ലത്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്. ആണോ? ഞാൻ ഉദ്ദേശിച്ച അവിടെ നിന്ന് ചാടി വന്ന വല്ലതാണ്. കാരണം ഇതുപോലെയുള്ളവരൊന്നും ഫ്രഷ് കോമഡി. അയ്യോ 2025 ഏറ്റവും നല്ല മികച്ച കോമഡി. ചെളിയൊക്കെ വാരി അങ്ങ് തെറിച്ച് നല്ല ഫ്രഷ് കോമഡിയാണല്ലോ അടിക്കുന്നത്. ഇത് 2008 ഇങ്ങോട്ട് വണ്ടി കയറിയിട്ടില്ല. ഇപ്പോഴത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനിരിക്കുകയാണ്. പിന്നെ എവിടെ പോവാ? എന്താ? ഒന്നുമില്ല, ചോദിച്ചു. അല്ല എവിടെ പോവാന്ന് ചോദിച്ചതാ. പോയാലെന്താ? ഒരാളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട്. ആരെ വിളിച്ചു വരുത്തി? സുമേഷ് മാമ വിളിച്ചിട്ടല്ലേ വന്നേ? സുമേഷ് മാമൻ ഇപ്പൊ അവൈലബിൾ അല്ല. സുമേഷ് മാമൻ 11 മണിയായി ബാറിലാന്നാ പറഞ്ഞേ. സുമേഷ് മാമൻ ബാറിൽ ഇരിക്കണം. അങ്ങനെ 2 അടിക്കണം. രാവിലെ കൈയുറയുള്ള ആളാ. അപ്പൊ സുമേഷ് മാമൻ കൂട്ടുപോയിരിക്കുന്നതായിരിക്കും നല്ല. ഇങ്ങനെയുള്ളവർ പഠിക്കുന്നത് അത്ര നല്ല. ഞാൻ കള്ളു കുടിക്കാറില്ല. അല്ല, അവിടെ വരെ എൻട്രി ഉള്ളൂ, ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഇത് പാകിസ്ഥാനാണോ? പാകിസ്ഥാൻ. എന്നൊരു വിസതാ. പാകിസ്ഥാനാണെങ്കിൽ എനിക്ക് വരണം വിസ. ഇന്ത്യയിലേക്ക് ഇറങ്ങി സാറിനെ വിളിക്കണ്ട, ഞാനും വരും. അച്ചു ആക്ച്വലി ഇങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ. ഇതൊരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ക്യാമറ ഗിഫ്റ്റ് ഒന്നും ഇല്ല, പറ്റിക്കാൻ വേണ്ടിയാണ്. ഗിഫ്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്.